കശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് വീണ് പിടഞ്ഞു മരിച്ച കൊച്ചി എടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ എന്ന മനുഷ്യന്റെ മകൾ ആരതിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ആ യുവതി അനുഭവിച്ച വേദനയും ദുഃഖവും ദുരന്തവുമൊക്കെ നിസ്സംഗമായി അവൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 വയസ്സുള്ള തന്റെ ഇരട്ടക്കുട്ടികൾക്കൊപ്പം അവൾ ടൂറിന് പോകാൻ വേണ്ടി അപ്പനെയും അമ്മയെയും കൂട്ടിയതാണ്. അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ബൈസരൺ വാലിയിലേക്കുള്ള കാൽനട യാത്ര ഒഴിവാക്കി ഹോട്ടൽ റൂമിൽ തന്നെ താമസിച്ചു. അവൾ പിതാവ് രാമചന്ദ്രന്റെ അകമ്പടിയോടെ മല കയറി ചെന്ന് സുന്ദരമായ ആ സംഭവം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അകലെ വെടിവയ്പ് കേൾക്കുന്നത്. അപകടം മണത്തു. ആരതി തന്റെ പിതാവിനെയും തന്റെ 2 കുട്ടികളെയും വഹിച്ചുകൊണ്ട് ഓടുകയാണ് പൈൻമരക്കാട്ടിലൂടെ. പക്ഷെ നേരെ മുമ്പിൽ ഇതാ മറ്റൊരു ഭീകരൻ തോക്കുയർത്തിക്കൊണ്ട് നിൽക്കുന്നു. രാമചന്ദ്രന്റെ തലയിലേക്ക് തോക്കു ചൂണ്ടിയിട്ട് കലിമ കലിമ എന്ന് പറയുകയാണ്. കലിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും രാമചന്ദ്രനോ ആരതിക്കോ മനസ്സിലായില്ല. അത്രമാത്രം ഇതര മതങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരു സാധാരണ കുടുംബമാണ്. നമുക്കൊക്കെ അറിയാം, കലിമ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുസ്ലിമായി ജനിക്കുകയാണെങ്കിൽ ജനിക്കുന്ന ആ നിമിഷം കാതിൽ മന്ത്രിക്കുന്നതാണ് കലിമ. മരണസമയത്തും കലിമ ചുണ്ടിലുണ്ടാവണം എന്നാണ് മുസ്ലിമുകളുടെ വൈപ്പ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഒരു മുസ്ലിം വിശ്വാസി ഏറ്റുപറയുന്നതാണ് കലിമ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഈ കലിമ ഒരു ദിവസം 5 തവണ നിസ്കാര സമയത്ത് നല്ല മുസ്ലിം ചൊല്ലേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയെങ്കിലും അറിയാമെങ്കിൽ അയാൾ പേരിന് വേണ്ടിയെങ്കിലും ഒരു മുസ്ലിം ആണെന്ന് ഭീകരർക്കറിയാം. അതുകൊണ്ടാണ് മതം നോക്കി കൊല നടത്തി എന്ന് പറയുന്നത്. കലിമ ചൊല്ലാൻ അറിയാമെങ്കിൽ അയാൾ മുസ്ലിം അല്ല എന്നർത്ഥം. കലിമ എന്താണ് എന്നാണ് രാമചന്ദ്രനും ആതിരയും ചോദിച്ചത്. പകരം കൊടുത്ത മറുപടി വെടിയൊച്ചയായിരുന്നു. രാമചന്ദ്രൻ തൽക്ഷണം നിലത്തേക്ക് വീണു. തന്റെ പിതാവ് വെടിയേറ്റ് വീണപ്പോൾ ഇനി താനും തന്റെ മക്കളുമായിരിക്കും എന്ന് ഉറപ്പായിരുന്നു. മറ്റൊന്നും ആലോചിക്കാതെ ആ യുവതി തന്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. അപ്പോഴേക്കും ഭീകരൻ ആതിരയുടെ തലയിൽ തോക്കു ചൂണ്ടുകയാണ്. അതൊന്നും ഗവനിക്കാതെ അവൾ അച്ഛനെ വിളിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. തൊട്ടടുത്തു നിന്ന മക്കൾ അമ്മയെ കൂടി കൊല്ലാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ നിലവിളിച്ചു. ഭീകരനാണെങ്കിലും കുട്ടികളുടെ നിലവിളി കേട്ടപ്പോൾ സഹതാപം തോന്നി കാണാം. അതുകൊണ്ട് തന്നെ അവർ പിന്മാറി. പിന്നെ അവളുടെ മുമ്പിൽ മക്കളുടെ ജീവൻ രക്ഷിക്കുക എന്ന വഴി മാത്രമേ ഉള്ളൂ. 2 മക്കളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കുതിരയോടിയ വഴിയിലൂടെ ഓടുകയായിരുന്നു, കാട്ടിലൂടെ. മുസാഫിർ എന്ന കശ്മീരിയായ തന്റെ ഡ്രൈവറെ വിളിച്ചു. പക്ഷെ മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അവൾ ഓടി മലയുടെ താഴ്വരയിൽ എത്തിയപ്പോൾ സൈന്യമെത്തി രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു.